ഭാരതീയ തീർത്ഥാടന പാരമ്പര്യത്തിൽ വിശിഷ്യ കേരളീയ ആചാരങ്ങളിൽ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനുള്ള സ്ഥാനം അതുല്യമാണ്. ഓരോ മണ്ഡലകാലവും ഒരു ഭക്തൻ തന്റെ ജീവിതത്തിലെ മലിനതകൾ കഴുകിക്കളഞ്ഞ് ആത്മീയമായ ഉണർവ് നേടുന്നതിനുള്ള കഠിന വ്രതത്തിന്റെ കാലമാണ്. എന്നാൽ ശബരിമല തീർത്ഥാടനം കേവലം ഒരു മലകയറ്റം മാത്രമാണോ? അല്ല, ഇത് അയ്യപ്പന്റെ 5 ജീവിത ദശകങ്ങളിലൂടെയുള്ള ഒരു ആത്മീയ തീർത്ഥാടനമാണ്. ഈ യാത്ര സഹ്യപർവ്വത നിരകളിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച 5 ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളെ കൂട്ടിയിണക്കുന്നു. ആധുനിക ലോകത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഈ പൗരാണിക തീർത്ഥാടനത്തിന്റെ യഥാർത്ഥ ആഴവും വ്യാപ്തിയും പലർക്കും അജ്ഞാതമാണ്. അയ്യപ്പന്റെ ജീവിത ദശകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ 5 ക്ഷേത്രങ്ങൾ ഒരേ നേർരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന വിശ്വാസം ഇതിന്റെ പിന്നിലെ ഗണിതപരവും ജ്യോതിശാസ്ത്രപരവുമായ കൃത്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ആകാശദൂരം തുല്യമാണെന്നും ഇവയെല്ലാം കൊടുങ്കാടിനുള്ളിൽ നദികളാൽ ചുറ്റപ്പെട്ടാണ് നിലകൊള്ളുന്നതെന്നുമുള്ള വിശ്വാസങ്ങൾ ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ അമാനുഷികമായ ആസൂത്രണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 5 ക്ഷേത്രങ്ങളിൽ ശബരിമല മാത്രമാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് സുപരിചിതം. എന്നാൽ യഥാർത്ഥ തീർത്ഥാടനം ആരംഭിക്കേണ്ടത് ബാലകനായ ശാസ്താവ് കുടികൊള്ളുന്ന കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താ ക്ഷേത്രത്തിൽ നിന്നാണ്. കുളന്തയുടെ ഊരിലെ പുഴ, അതായത് കുഞ്ഞിന്റെ വാസസ്ഥലത്തോട് ചേർന്നുള്ള പുഴ എന്നതിൽ നിന്നാണ് കുളത്തുപുഴ എന്ന പേര് ഈ പുരാതന ക്ഷേത്രത്തിന് ലഭിച്ചത്. ഈ കുളത്തൂപ്പുഴയ്ക്ക് ഒരു പ്രാധാന്യം, ഈ കുളത്തൂപ്പുഴ എന്ന പേരിനൊരു പ്രാധാന്യമുണ്ട്. കുളന്തൈ ഊർപ്പുഴ എന്നാണ് കുളത്തൂപ്പുഴ എന്ന് ലോപിച്ചു വന്നത്. കുളന്തൈ ഊർപ്പുഴ, അത് കുളന്തൈ എന്ന് പറയുന്ന അയ്യപ്പനാണ്. കുഞ്ഞയ്യപ്പൻ്റെ പുഴയോരത്ത് കണ്ട അദ്ദേഹത്തിന് ആ ദേശത്തെയാണ് കുളന്തൈ ഊർപ്പുഴ. അത് കുളത്തൂപ്പുഴ ഗ്രാമദേവനായി അദ്ദേഹം എന്നും കുടികൊള്ളുന്നു. എല്ലാവർക്കും വിശ്വാസപൂർവ്വം ഭജിക്കുന്ന ഏതൊവർക്കും നമ്പിനാർ കെടുവതില്ലേ എന്ന ആപ്തവാക്യത്തെ സൂചിപ്പിക്കുന്ന അനുഗ്രഹത്തോടുകൂടി കുളത്തൂരയ്യൻ ഇന്നും കുളത്തൂപ്പുഴ ദേശത്തിൻ്റെയും നാനാദേശത്തിൻ്റെയും അനുഗ്രഹദേവനായി കുടികൊള്ളുന്നു. കേരളത്തിലെ പൗരാണിക ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനമുള്ള ഈ ക്ഷേത്രത്തിന്റെ കവാടം ഇന്നും ഉയരം കുറഞ്ഞതാണ്. ഇത് ബാല്യത്തിന്റെ വിനയത്തെയും നിഷ്കളങ്കതയെയും സൂചിപ്പിക്കുന്നു. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ കല്ലടയാറ്റിന്റെ പോഷക നദിയായ കുളത്തൂപ്പുഴയാറിന്റെ പുണ്യതീരത്ത് കിഴക്കൻ മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താ ക്ഷേത്രം പഞ്ചശാസ്താ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതും പരശുരാമ പ്രതിഷ്ഠകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. ഇവിടെ ധർമ്മശാസ്താവ് ബാലകന്റെ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. ഇത് വീരമണികണ്ഠ സങ്കല്പത്തെ ഓർമ്മിപ്പിക്കുന്നു. യോഗശാസ്ത്രപരമായി ഈ പ്രതിഷ്ഠ അനാഹത ചക്രത്തിന്റെ താനഭാവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴ ജീവിതത്തിന്റെ അവിരാമമായ തുടർച്ചയെ സൂചിപ്പിക്കുന്നു. ഇതിലെ വിശിഷ്ട മത്സ്യങ്ങളെ ഭക്തർ ദേവന്റെ പരിവാരങ്ങളായാണ് കണക്കാക്കുന്നത്. ഐതിഹ്യപരമായി ഏറെ പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ 8 ശിലകൾ ഉപയോഗിച്ചാണ് നിർവഹിച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ശ്രദ്ധേയമാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച മൂലപ്രതിഷ്ഠ കല്ലടയാറ്റിലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചതായി പറയപ്പെടുന്നു. പിന്നീട് കൊട്ടാരക്കരയിലെ കുറുപ്പന്മാർ തീർത്ഥാടനത്തിനു പോകുമ്പോൾ ഒരു ആചാര്യശ്രേഷ്ഠൻ കുളിക്കാനായി ആറ്റിലിറങ്ങി. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ ഭക്ഷണം പാകം ചെയ്യാൻ അടുപ്പുകല്ല് കൂട്ടിയപ്പോൾ ഒന്ന് എപ്പോഴും വലുതായി തന്നെ ഇരിക്കുന്നു. എത്ര ശരിയാക്കാൻ ശ്രമിച്ചിട്ടും ശരിയാകാതെ വന്നപ്പോൾ അവരത് തല്ലിപ്പൊട്ടിച്ചു. അതിൽ നിന്നും രക്തപ്രവാഹമാണ് കണ്ടത്. കുളി കഴിഞ്ഞു വന്ന ആചാര്യന് അതിൽ ദൈവസാന്നിധ്യമുണ്ടെന്ന് മനസ്സിലായി. അത് പരശുരാമൻ പ്രതിഷ്ഠിച്ച സ്വയംഭൂ വിഗ്രഹമായിരുന്നു. വിവരമറിഞ്ഞ കൊട്ടാരക്കര രാജാവ് അമ്പലം പണിയാൻ വേണ്ട ധനം നൽകി. ദൈവചൈതന്യം തിരിച്ചറിഞ്ഞ അവർ 8 പിളർന്ന ചിതറിത്തെറിച്ച കഷ്ണങ്ങൾ പൂജ നടത്തി പ്രതിഷ്ഠിച്ചു. നാടിന്റെ ദേവനെ കണ്ടെത്തിയ കോട്ടാത്തല കുടുംബത്തിന് പ്രതിഫലമായി 180 പറ നിലവും കരയും രാജാവ് നൽകി. 8 കഷ്ണങ്ങളായി നുറുങ്ങിയ ആ ശിലയാണ് ഇന്നും അവിടുത്തെ മൂലപ്രതിഷ്ഠ എന്ന വിശ്വാസം ഈ ക്ഷേത്രത്തിന്റെ അന്യാദൃശമായ ആത്മീയ ശക്തിക്ക് അടിവരയിടുന്നു. രാജഭരണം അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നതോടുകൂടി ക്ഷേത്രം ബോർഡിന്റെ കീഴിലായി. ഐതിഹ്യം എന്തുതന്നെയായാലും ബാല്യത്തിന്റെ നിഷ്കളങ്കതയും ബ്രഹ്മചാരിയുടെ തേജസ്സും ഈ പ്രതിഷ്ഠയിൽ നിറഞ്ഞു നിൽക്കുന്നു. കുട്ടികൾ ഉച്ചയ്ക്ക് ഉറങ്ങിയാലും അവരെ വിളിച്ചുണർത്താറുണ്ടല്ലോ എന്ന ചോദ്യം പോലെ വൈകുന്നേരങ്ങളിലും ഇവിടെ പള്ളി ഉണർത്താറുണ്ട്. ഇത് ബാലകന്റെ വിശ്രമത്തിന് നൽകുന്ന പ്രത്യേക പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്ഷേത്രത്തോട് ചേർന്നൊഴുകുന്ന കുളത്തൂപ്പുഴയാറ്റിലെ മത്സ്യങ്ങളെ തിരുമക്കളായിട്ടാണ് കണക്കാക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വെള്ളപ്പൊക്കത്തിൽ കുളത്തൂപ്പുഴയിൽ മുഴുവൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ക്ഷേത്രത്തിനോ ആറ്റിൻകരയിലെ മത്സ്യകന്യക വിഗ്രഹത്തിനോ ഒന്നും സംഭവിച്ചില്ല. മനുഷ്യരുമായി ഇണങ്ങി ജീവിക്കുന്ന കൂറ്റൻ മത്സ്യങ്ങൾ ഭക്തരിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഈ മീനുകൾക്ക് അരി, കടല, മലർ എന്നിവയാണ് ഭക്തജനങ്ങൾ നൽകുന്നത്.
നിർഭയമായി കഴിയുന്ന മീനുകൾ മനുഷ്യരോട് അടുത്തു വന്ന് തീറ്റകൾ സ്വീകരിക്കുമെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സവിശേഷവുമായ വഴിപാടാണ് മീനൂട്ട്. പുഴയിലെ മത്സ്യങ്ങൾക്ക് ആഹാരം നൽകുന്ന ഈ ആചാരം ഭക്തർക്ക് കേവലം ഒരു വഴിപാട് എന്നതിലുപരി ഒരു ആത്മീയ ഔഷധം കൂടിയാണ്. ബാലശാസ്താവിൽ ആകൃഷ്ടയായ ഒരു കന്യകയെ ശാസ്താവ് മത്സ്യരൂപത്തിൽ ക്ഷേത്രത്തിനു മുന്നിലെ പുഴയിൽ കഴിയാൻ അനുവദിച്ചതിന്റെ സ്മരണാർത്ഥമാണ് മീനൂട്ട് നടത്തുന്നതെന്നാണ് ഐതിഹ്യം. ഭക്തർ ഇവിടെ അരിയിട്ട് വാഴ്ച എന്ന ചടങ്ങ് നടത്താറുണ്ട്. രോഗശാന്തിക്കായി നടത്തുന്ന ഈ വഴിപാടിലൂടെ പ്രത്യേകിച്ച് അരിമ്പാറ പോലുള്ള ത്വക്ക് രോഗങ്ങൾ ശമിക്കുമെന്നും പിതൃദോഷങ്ങൾ അകറ്റാൻ ഉത്തമമാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. കൂടാതെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര മേൽശാന്തിയുടെ നേതൃത്വത്തിൽ പായസം, വെള്ളച്ചോറ് എന്നിവ മീനുകൾക്ക് നൽകുന്ന മീനൂട്ട് എന്ന പ്രധാന ചടങ്ങും നടക്കാറുണ്ട്. ഇതിനു പുറമെ വിവാഹ തടസ്സങ്ങൾ നീങ്ങി മംഗല്യഭാഗ്യം ലഭിക്കുന്നതിനായി എള്ള്, കിഴി, പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ എന്നിവ നടക്കിവെക്കുന്ന രീതിയും ഇവിടെ നിലവിലുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്നതും അപൂർവവുമായ നിരവധി മത്സ്യങ്ങളാണ് ഈ ക്ഷേത്രക്കടവിൽ വസിക്കുന്നത് എന്നതിനാൽ ഈ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഈ പുഴയിൽ മീൻപിടുത്തം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. യോഗശാസ്ത്രപരമായി നോക്കുമ്പോൾ കുളത്തൂപ്പുഴയിലെ ബാലകനായ ശാസ്താവിന്റെ പ്രതിഷ്ഠ അനാഹത ചക്രത്തിന്റെ സ്ഥാനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചക്രത്തിന്റെ ശുദ്ധമായ ഭാവങ്ങളായ സ്നേഹം, ദയ, സമാധാനം, നിഷ്കളങ്കത എന്നിവ ബാല്യത്തിന്റെ നിർമ്മലതയുമായി ചേർന്നു നിൽക്കുന്നു. ഇവിടെ ദർശനം നടത്തുന്നതിലൂടെ ഭക്തന്റെ അനാഹത ചക്രത്തിന്റെ ശക്തി വർദ്ധിക്കുകയും ശരിയായ ബോധം ലഭിക്കുകയും ചെയ്യുന്നു. ഇത് ഈ പ്രപഞ്ചത്തിന്റെ മൂലസ്വരൂപം ഒന്നാണ് എന്ന സർവ്വജീവ സമത്വബോധ്യത്തിലേക്ക് നയിക്കുകയും എല്ലാ ജീവികളുടെയും നിലനിൽപ്പും ലക്ഷ്യവും മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ കുടിലവാസനകൾ വെടിഞ്ഞ് ശാന്തനാകാനും സ്വന്തം കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ ദർശനം സഹായിക്കുന്നു. ശനിദോഷത്താലുള്ള ബാലാരിഷ്ടതകൾ നീക്കുന്നതിനും പൂർവകർമ്മദോഷങ്ങൾ, പിതൃദോഷം എന്നിവ അകറ്റുന്നതിനും ഇവിടെ നടത്തുന്ന അടിമസമർപ്പണം എന്ന വഴിപാട് പ്രധാനമാണ്. ഇതിൽ ബാലാരിഷ്ടത മാറുന്നതിനായി കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ സോപാനത്തിൽ കമഴ്ത്തിക്കിടത്തി സമർപ്പിക്കുകയാണ് പതിവ്. ഇതുകൂടാതെ കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സമർപ്പിക്കാൻ നിരവധി പ്രധാനപ്പെട്ട വഴിപാടുകളുണ്ട്. ഇതിൽ നീരാജനം വഴിപാടിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇത് പ്രധാനമായും ശനിദോഷ നിവാരണത്തിനായി സമർപ്പിക്കുന്നു. കൂടാതെ ഭഗവാന് നെയ്യഭിഷേകം, പുഷ്പാഭിഷേകം, പാൽപായസം എന്നിവയും നിത്യേന സമർപ്പിക്കുന്നു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രസാദങ്ങളായ അരവണയും അപ്പവും ഇവിടെയും പ്രധാന വഴിപാടുകളാണ്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗണപതി ഭഗവാന്റെ പ്രീതിക്കായി നടത്തുന്നു. രക്തപുഷ്പാഞ്ജലി, അഷ്ടോത്തരാർച്ചന തുടങ്ങിയ അർച്ചനാ വഴിപാടുകളും ഭക്തർ പതിവായി നടത്താറുണ്ട്. കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രത്തിലെ ഉപദേവതാ സങ്കല്പങ്ങൾ പോലും ബാലകനായ ശാസ്താവിന്റെ രക്ഷാകർതൃഭാവത്തെയാണ് പ്രധാനമായും എടുത്തു കാണിക്കുന്നത്. ശ്രീകോവിലിനുള്ളിൽ ബാലനായി കുടികൊള്ളുന്ന ശാസ്താവിനൊപ്പം ശിവന്റെ പ്രതിഷ്ഠയുമുണ്ട്. ഇത് ശാസ്താവ് ശിവപാർവതി പുത്രനാണെന്ന ഐതിഹ്യത്തിന് കൂടുതൽ ദൃഢത നൽകുന്നു. എന്നാൽ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉപദേവത നാലമ്പലത്തിന് പുറത്തു കുടികൊള്ളുന്ന സുന്ദര യക്ഷിയമ്മയാണ്. കണ്ണാടി നോക്കി പൊട്ടുകുത്തി നിൽക്കുന്ന ഈ യക്ഷിയമ്മയെ ബാലശാസ്താവിന്റെ സംരക്ഷകയായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. സന്താനഭാഗ്യത്തിനായി ഭക്തർ ഇവിടെ ധാരാളം തൊട്ടിലുകൾ സമർപ്പിക്കാറുണ്ട്. കൂടാതെ രോഗശാന്തി ലഭിക്കുന്നതിനു വേണ്ടി കരിവളയും കുങ്കുമവുമാണ് യക്ഷിയമ്മയ്ക്ക് പ്രധാനമായി സമർപ്പിക്കുന്നത്. മാമ്പഴത്തറ ഭഗവതി, ഗണപതി, ഭൂതത്താൻ, നാഗരാജാവ്, നാഗരമ്മ, ഗന്ധർവൻ, കറുപ്പസ്വാമി തുടങ്ങിയ മറ്റ് ഉപദേവതകളും ക്ഷേത്രത്തിലുണ്ട്. ആചാരമനുസരിച്ച് ക്ഷേത്രദർശനത്തിനെത്തുന്ന ഭക്തർ ആദ്യം തൊഴേണ്ടത് ഈ ദേശദേവതയായ മാമ്പഴത്തറ ഭഗവതിയെയാണ്. അയ്യപ്പന്റെ ജീവിതചക്രത്തെ പ്രതിനിധീകരിക്കുന്ന പഞ്ചശാസ്താ ക്ഷേത്രങ്ങൾ ഭക്തന്റെ ആത്മീയ തീർത്ഥാടനത്തെയും ജീവിത ദശകങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. ഈ യാത്ര ആരംഭിക്കുന്നത് കുളത്തൂപ്പുഴയിലെ ബാലശാസ്താവിന്റെ നിർമ്മലമായ ബാല്യദശയിൽ നിന്നാണ്. ഇത് നിഷ്കളങ്കതയെയും ശുദ്ധീകരണത്തെയും സൂചിപ്പിക്കുന്നു. തുടർന്ന് ആര്യങ്കാവിലെ കൗമാരദശ ഇന്ദ്രിയങ്ങളെയും വാസനകളെയും നിയന്ത്രിക്കാനുള്ള ശ്രമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. മൂന്നാമതായി അച്ചൻകോവിലിലെ യൗവനം, ഗൃഹസ്ഥാശ്രമം, പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്താവായി പൂർണ്ണതയെയും ജീവിതത്തോടുള്ള പ്രതിബദ്ധതയും എടുത്തു കാണിക്കുന്നു. ഈ യാത്രയുടെ പാരമ്യം എല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മചാരിയായി തപസ്സനുഷ്ഠിക്കുന്ന അയ്യപ്പൻ കുടികൊള്ളുന്ന ശബരിമലയിലെ വാനപ്രസ്ഥം എന്ന ദശയാണ്. അവസാനത്തേത് മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷത്തെ സൂചിപ്പിക്കുന്ന കാന്തമലയാണ്. ഇന്ന് എവിടെയാണെന്ന് ആർക്കും അജ്ഞാതമായ ഈ ക്ഷേത്രസങ്കല്പം പരമാത്മാവിലേക്കുള്ള വഴി ഓരോ വ്യക്തിക്കും അജ്ഞാതമാണ് എന്ന തത്വത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. പൊന്നമ്പലമേടിന് താഴെ മൂഴിയാർ വനത്തിലാണ് ഒരു ശാസ്താക്ഷേത്രം
ഒളിഞ്ഞുകിടക്കുന്നത് എന്ന് ഒരു ഊഹമുണ്ട്. ഈ 5 ക്ഷേത്രങ്ങളിലൂടെയുള്ള ദർശനം ഓരോ ഭക്തനെയും സ്വന്തം ജീവിതത്തിലെ കർമ്മബന്ധങ്ങളെയും ആത്മീയമായ ലക്ഷ്യത്തെയും കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. മേടമാസത്തിലെ വിഷുവാണ് ഇവിടുത്തെ പ്രധാന ഉത്സവദിനം. മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് ഈ ക്ഷേത്രം. മണ്ഡല മകരവിളക്ക് സീസണുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് എല്ലാ ഒരുക്കങ്ങളും സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഭക്തന്മാരുടെ സൗകര്യാർത്ഥം അവർക്ക് വിരിവെക്കുവാനും വാഹനം പാർക്ക് ചെയ്യുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇവിടെ വരികയും സന്ദർശനം നടത്തുകയും മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയത് മനുഷ്യഹത്യ എന്ന പാപത്തിന് പരിഹാരമായാണ് എന്ന സങ്കല്പം ധർമ്മശാസ്താ ക്ഷേത്രങ്ങളുടെ ഉത്ഭവത്തിന് പിന്നിലെ സാമൂഹികമായ നവോത്ഥാന ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അക്കാലത്ത് നിലനിന്നിരുന്ന വർഗീയതയും അക്രമവാസനകളും ഇല്ലാതാക്കി ധർമ്മബോധവും സഹവർത്തിത്വവും സ്ഥാപിക്കാൻ വേണ്ടിയാണ് പരശുരാമൻ ഈ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. ഈ 5 ക്ഷേത്രങ്ങളും ഒരേ നേർരേഖയിലാണെന്ന വിശ്വാസം കേവലം ഐതിഹ്യമല്ല, ശാസ്ത്രീയപരമായ കൃത്യതയോടെയാണ് പുരാതന ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ സ്ഥാനം ഭാരതീയ ക്ഷേത്ര ജ്യോതിശാസ്ത്രത്തിന്റെയും വാസ്തുവിദ്യയുടെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. ഈ ക്ഷേത്രങ്ങൾ ഒരേ രേഖയിൽ സ്ഥാപിക്കപ്പെട്ടതിലൂടെ ഒരു പ്രത്യേകതരം പ്രപഞ്ചോർജ്ജത്തെ ആഗിരണം ചെയ്യാനും വിതരണം ചെയ്യാനും സാധിക്കുമെന്നും അത് ഭക്തന്റെ ആത്മീയ ഉണർവിന് സഹായകമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും റോഡ് മാർഗം എളുപ്പത്തിൽ കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ മാർഗം നെടുമങ്ങാട്, പാലോട്, മടത്തറ വഴിയാണ്. വടക്കൻ ജില്ലകളിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും വരുന്ന ഭക്തർക്ക് കൊല്ലം, കോട്ടയം എന്നീ ജില്ലകളിൽ നിന്ന് കൊട്ടാരക്കര, പുനലൂർ, അഞ്ചൽ തുടങ്ങിയ പ്രധാന പട്ടണങ്ങൾ വഴി കുളത്തൂപ്പുഴയിൽ എത്തിച്ചേരാം. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് തെങ്കാശി, ചെങ്കോട്ട തുടങ്ങിയ സ്ഥലങ്ങൾ വഴി ആര്യങ്കാവ്, തെന്മല എന്നീ സ്ഥലങ്ങൾ കടന്ന് എളുപ്പത്തിൽ ക്ഷേത്രസന്നിധിയിൽ എത്താൻ സാധിക്കും. ശബരിമല തീർത്ഥാടനം കേവലം അയ്യപ്പനെ കാണാനുള്ള യാത്രയല്ല, മറിച്ച് സ്വയം കണ്ടെത്താനുള്ള യാത്രയാണ്. കുളത്തൂപ്പുഴയിലെ നിഷ്കളങ്കനായ ബാലകനിൽ നിന്ന് തുടങ്ങി ശബരിമലയിലെ തപസ്വിയിലേക്ക് വളരുന്ന ഈ യാത്ര മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ ദശകങ്ങളെയും ആത്മീയമായി ശുദ്ധീകരിക്കുന്നു. 5 ക്ഷേത്രങ്ങളിലെ ദർശനം പൂർണ്ണമാകുമ്പോൾ ഒരു ഭക്തൻ തന്റെ ഉള്ളിലെ കുടിലവാസനകൾ വെടിഞ്ഞ് ധർമ്മശാസ്താവിന്റെ പാത പിന്തുടർന്ന് പൂർണ്ണതയിലേക്കും ശാന്തതയിലേക്കും എത്തുന്നു. ബാലാരിഷ്ടതകൾ നീക്കി അനാഹത ചക്രത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ച് സ്നേഹവും സമത്വവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ കുളത്തുപുഴയിലെ ബാലശാസ്താവ് ഓരോ ഭക്തനെയും അനുഗ്രഹിക്കുന്നു. ഈ മണ്ഡലകാലത്ത് ഇരുമുടിക്കെട്ടുമായി മല ചവിട്ടുന്ന ഓരോ അയ്യപ്പ ഭക്തനും ഈ 5 ക്ഷേത്രങ്ങളുടെയും പൊരുളും പ്രാധാന്യവും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം പൂർണ്ണതയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് കുളത്തൂപ്പുഴയിലെ നിഷ്കളങ്കനായ ബാലകനിൽ നിന്നാണ്.